ഹലോ! കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനമായി കണ്ടത് അക്രമകാരികളിൽ നിന്ന് സിയാവോയെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന ബോക്യുവിനെയാണ്. അവൻ അവിടെ നിന്ന് അവളെ നേരെ കൊണ്ടുപോകുന്നത് ഡീമൻസ് മാത്രം താമസിക്കുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ്. ഡീമൻസ് എന്ന് കേൾക്കുന്നതേ സിയാവോക്ക് പേടിയാണ്. അപ്പോഴാണ് ഡീമൻസിന്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പേടിച്ചുകൊണ്ട് ബോക്യുവിന്റെ കൈ പിടിച്ചിട്ടാണ് ആ ഒരു ഗ്രാമത്തിലേക്ക് അവൾ പോകുന്നത്. അവിടെ വെച്ച് അവൾക്കു കഴിക്കുവാനായിട്ട് അവൻ നൂഡിൽസ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അവൾ അത് കണ്ടതും കഴിച്ചുകൊണ്ടിരിക്കെ മറ്റുള്ള നൂഡിൽസ് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ സ്വാദിഷ്ടമാണെന്ന് പറഞ്ഞ് അത് ആസ്വദിച്ച് കഴിക്കുന്നതിനിടെ മനുഷ്യമാംസം വെച്ചല്ലേ ഉണ്ടാക്കിയത്, എങ്ങനെ രുചിയില്ലാതിരിക്കുമെന്ന് ബോക്യു പറയുന്നതും ദേഷ്യം വന്ന സിയാവോ അവനെ വഴക്ക് പറയുമ്പോൾ താൻ ഒരു ജോക്ക് പറഞ്ഞതാണെന്ന് അവൻ അവളോട് പറയുന്നുണ്ട്. അവരങ്ങനെ അവിടെ സംസാരിച്ചിരിക്കെ അങ്ങോട്ട് രണ്ടുപേർ വരുന്നുണ്ട്. അതിലൊരു പെൺകുട്ടിയെ കണ്ട സിയാവോ ചെറിയ കുട്ടിയെന്ന കണക്കിന് അവളോട് സംസാരിക്കുവാൻ വേണ്ടി വരുമ്പോൾ അവർ അവളെ തടയുന്നുണ്ട്. കൂട്ടത്തിൽ ഗ്രാൻഡ് മദറിനോടാണോ എന്ന് അവർ ചോദിക്കുന്നത് കേട്ട് ഒന്നും തന്നെ മനസ്സിലാവാതെ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്ന പോലെയാണ് സിയാവോയുടെ നോട്ടം. ബോക്യു അവളെ അവിടെ നിന്ന് നേരെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി കാര്യമായിട്ട് തന്നെ അവൾക്കു വേണ്ടി അവൻ കുക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവൻ കുക്ക് ചെയ്ത ഫുഡാണെങ്കിലോ അത് ഒട്ടും തന്നെ കഴിക്കുവാൻ കഴിയാത്തതിനാൽ അവർ രണ്ടുപേരും ഒന്നിച്ചാണ് കുക്ക് ചെയ്യുന്നത്. അതിനിടെയായി എനിക്കും ഡീമൻസിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നവൾ ബോക്യുവിനോട് ചോദിക്കുന്നുണ്ട്. അവൻ അതിനു മറുപടി പറയുന്നത് കേട്ട് അവൾ അവിടെ നിന്ന് പിണങ്ങിപ്പോകുന്നുണ്ട്. അവൾക്ക് അവളുടെ ഫാമിലിയെ നഷ്ടപ്പെടാൻ കാരണം തന്നെ ബോക്യു ആയിരുന്നു. അവളെ സംരക്ഷിക്കുവാനാണ് താൻ അത് ചെയ്തതെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഉൾക്കൊള്ളുവാൻ അവൾക്ക് കഴിയുന്നില്ലായിരുന്നു. അവൾ ഒരു പുഴക്കരികിലായി പോയി ഇരിക്കുന്നുണ്ട്. ഈ സമയം അങ്ങോട്ട് നമ്മൾ ആദ്യം കണ്ടിരുന്നില്ലേ, ആ ഒരു പെൺകുട്ടി സിയാവോയുടെ അടുത്തോട്ട് വന്ന് നിന്റെ പാസ്റ്റിനെ കുറിച്ച് നിനക്കൊന്നും തന്നെ ഓർമ്മയില്ലേ എന്ന് അവളോട് ചോദിക്കുമ്പോൾ ഒന്നും തന്നെ മനസ്സിലാവാതിരിക്കുന്ന സിയാവോയോട് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഫോക്സ് രൂപത്തിലിരിക്കെയാണ് ബോക്യു സിയാവോ എന്ന രാജകുമാരിയെ ആദ്യമായി കാണുന്നത്. പിന്നീട് അങ്ങോട്ട് അവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചില പ്രശ്നങ്ങൾ മൂലം അവൻ്റെ പ്രണയിനിയെ അവന് എന്നേക്കുമായി നഷ്ടമായി. 10,000 വർഷമായി അവൻ അവൻ്റെ പ്രണയിനിയായ സിയാവോയുടെ പുനർജന്മത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. നിന്റെ മരണത്തിനു ശേഷം അവൻ മൗനത്തിലായി മാറുകയാണുണ്ടായതെന്നും നീ വന്നതിനു ശേഷമാണ് അവൻ ആ ഒരു പഴയ ബോക്യു ആയി മാറിയതെന്ന് പറയുന്നത് കേൾക്കുന്ന സിയാവോ അവൻ്റെ അരികിലേക്കായി എല്ലാ പിണക്കങ്ങളും മറന്നു പോകുന്നുണ്ട്. അവൾ അവൻ്റെ കൂടെ ഇരിക്കെ ഫ്ലവേഴ്സ് അവളുടെ മേലിലോട്ട് അവൻ വീഴ്ത്തുന്നുണ്ട്. കൂട്ടത്തിൽ നിന്റെ പാസ്റ്റ് നിനക്ക് ഓർക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോൾ പൂർണ്ണമായും ഓർക്കുവാൻ കഴിയുന്നില്ലെങ്കിലും എവിടെയൊക്കെയോ അവൾ ഓർത്തെടുക്കുന്നുണ്ട്. തനിക്കതിനെക്കുറിച്ചെല്ലാം ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടെന്ന് അവൾ പറയുമ്പോൾ അവൻ അവളെ കിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു നൈറ്റ് അവർ അവിടെ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സിയാവോ ബോക്യുവിൻ്റെ കൂടെയാണെന്ന വിവരമറിഞ്ഞ് അവളുടെ അടുത്തേക്കായി ജിന്നു വരുന്നുണ്ട്. അവൾ ബോക്യുവുമായി അടുപ്പത്തിലായെന്ന് മനസ്സിലാക്കുന്ന ജിൻ അവർ തമ്മിൽ പിരിയുവാൻ വേണ്ടി പലതും പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ കാര്യമായി എടുക്കാതെ അവനോട് അവിടെ നിന്ന് പോകുവാൻ വേണ്ടിയാണ് അവൾ ആവശ്യപ്പെടുന്നത്. ഇതിൽ ദേഷ്യം വന്ന ജിൻ അവളെ അവിടെ നിന്ന് കൊണ്ടുപോകുവാൻ നോക്കെ ബോക്യു അവിടെ എത്തി അവൻ്റെ അടുത്തു നിന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവർ ആ ഒരു ഡീമൻസ് മാത്രം താമസിക്കുന്ന ഗ്രാമത്തിൽ വന്ന് നോക്കുമ്പോൾ കാണുന്നത് എല്ലാവരും മരിച്ചു കിടക്കുന്നതാണ്. അതിനിടയിലായി ആ ഒരു പെൺകുട്ടിയെ കാണുന്ന സിയാവോ അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ അവരോട് അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ പറഞ്ഞ് അവൾ മരണത്തിനു മുന്നിൽ കീഴടങ്ങുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ആകെ വിഷമിച്ച് നിൽക്കുന്ന ബോക്യു അടുത്തതായി അവരുടെ ലക്ഷ്യം താനായിരിക്കുമെന്നും അതിനു മുന്നേയായി എനിക്ക് നീയുമായി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ അവൾ അതിന് സമ്മതിക്കുന്നുണ്ട്. ജിൻ ആണെങ്കിലോ ഇപ്പോൾ ബോക്യുവിൻ്റെ സ്ഥാനത്തു കയറിയുള്ള ഭരണമാണ്. ഇതൊന്നും അറിയാതെ ബോക്യു ആണെങ്കിൽ സിയാവോയുടെ കൂടെ വളരെ തിരക്കിലാണ്. അവരങ്ങനെ നിൽക്കുന്നിടത്തേക്ക് ഒരു ലെറ്റർ വരുന്നുണ്ട്. അത് കാണുന്ന സിയാവോ ജിന്നിൻ്റെ അടുത്തേക്ക് വന്നതും അവൻ പറയുന്നതിനൊന്നും തന്നെ അവൾ കൂട്ടു നിൽക്കാത്തതിനാൽ തന്നെ സിയാവോയെ കെട്ടിയിട്ടു അവൻ ഉപദ്രവിക്കാൻ തുടങ്ങുന്നതും ബോക്യു അവിടെ എത്തി അവൻ്റെ ഒത്തിരി ആളുകളെ കൊല്ലുന്നുണ്ട്. ഈ വിവരമറിഞ്ഞ് സിയാവോയുമായി ജിന്ന് പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് എല്ലാവരെയും കീഴ്പ്പെടുത്തി അവശനായ ബോക്യുവിനെയാണ്. ജിന്ന് ബോക്യുവിനെ ആക്രമിക്കാൻ വരുന്നതും അവരുടെ ഫൈറ്റിൽ രണ്ടുപേരും തളരുന്നുണ്ട്. ഈ സമയം ജിന്നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുള്ള ലേഡി മരിച്ചു കിടക്കുന്ന എല്ലാ ശരീരത്തിലെയും അവരുടെ ആത്മാവിനെ അവളിലേക്ക് എടുക്കുന്നുണ്ട്. ഇത് കാണുന്ന ബോക്യുവിന് അവൾ ഒരു ഡീമൻ ആണെന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്. അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നിടത്തേക്ക് ബോക്യുവും സിയാവോയും എത്തുന്നുണ്ട്. ആകെ അവശനായിക്കൊണ്ട് സിയാവോയുടെ മടിയിൽ കിടന്നുകൊണ്ടാണ് ബോക്യു മരണപ്പെടുന്നത്. ജിന്നിനെ ഇപ്പോൾ ആ ഒരു ലേഡി അവരുടെ കീഴിലായിട്ടാണ് പ്രവർത്തിപ്പിക്കുന്നത് തന്നെ.
ബോക്യോവുമായി നിൽക്കുന്ന സിയാവോക്ക് അവളുടെ ബ്ലഡ് കൊണ്ട് അവനെ ഉണർത്താൻ കഴിയുമെന്ന് ചില സന്ദർഭങ്ങൾ കൊണ്ട് മനസ്സിലായതിനാൽ തന്നെ അവളുടെ ബ്ലഡ് വെച്ച് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ മയക്കത്തിൽ നിന്ന് എണീറ്റ ബോക്യുവിന് അവൾ ആരാണെന്നുള്ളതൊന്നും ഓർമ്മയില്ല. അവൻ എല്ലാം തന്നെ മറന്നിട്ടുണ്ടായിരുന്നു എന്ന കണക്കിന് അവളെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവൻ അഭിനയിക്കുകയായിരുന്നു എന്ന്. അവൾക്ക് അവനെ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അവൾ അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. ബോക്യോ ആണെങ്കിൽ സിയാവോയെ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തു നിർത്തി നേരെ പോകുന്നത് ജിന്നിൻ്റെ അടുത്തേക്കാണ്. അവൻ അവിടെ എത്തി ആ ഒരു ലേഡിയുമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നതും ജിൻ അവർക്കെതിരെയായി ബോക്യുവിൻ്റെ കൂടെ ചേരുന്നുണ്ട്. അവൾ അവളുടെ ദുഷ്ടശക്തി വെച്ച് എല്ലാവരെയും ഉപദ്രവിക്കാൻ വരുന്നതും മറ്റു ഡീമൻസ് അവരുടെ പവർ കൂടെ ബോക്യുവിനെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ അവർ എല്ലാവരും കൂടെ ചേർന്ന് അവരുടെ ശക്തി അവളിൽ മേലെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവരുടെ ശക്തിക്ക് മുൻപിൽ കീഴടങ്ങുവാൻ അവൾ തയ്യാറായിരുന്നില്ല. ഈ സമയം സിയാവോ അങ്ങോട്ട് വരുന്നുണ്ട്. അവളെ കണ്ട ബോക്യോ അവിടെ നിശ്ചലമാക്കിയതിനു ശേഷം സിയാവോയുടെ അടുത്തേക്ക് വന്ന് അവരുടെ നല്ല മൊമെന്റ്സ് എല്ലാം ഓർത്ത് ആ ഒരു ലേഡിയുമായി ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തവളെ അവൻ്റെ എല്ലാ പവേഴ്സും വെച്ച് ഇല്ലാണ്ടാക്കുന്നുണ്ട്. അവൻ ഏറെ പ്രണയിച്ച അവൻ്റെ പ്രണയിനിയുടെ മുൻപിൽ വെച്ച് തന്നെ അവൻ അപ്രത്യക്ഷമായി മാറുന്നുണ്ട്. ഈ സമയം അതൊട്ടും തന്നെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുന്ന സിയാവോയെ നമുക്ക് കാണാം. ബോക്യുവിൻ്റെ ഇല്ലായ്മയിൽ സിയാവോക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയുന്നില്ല. നമ്മുടെ സ്റ്റോറിയുടെ തുടക്കത്തിൽ കണ്ട പോലെ അവൾ ഇപ്പോൾ സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത്. സ്റ്റോറി എല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോകുവാൻ നിൽക്കെ ബോക്യോ അവളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി അവളുടെ മേലിലേക്ക് ഫ്ലവേഴ്സ് വീഴ്ത്താറില്ലായിരുന്നു. അതുപോലെ അവളുടെ മേലിലേക്ക് ഫ്ലവേഴ്സ് വീഴുന്നത് കണ്ടവൾ നേരെ നോക്കുന്നത് ബോക്യുവിനെയാണ്. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് അവൻ അവൻ്റെ പ്രണയത്തെ സ്വന്തമാക്കാൻ വീണ്ടും ഒരു ജന്മമെടുത്തുകൊണ്ട് അവൾക്ക് വേണ്ടി തിരിച്ചു വന്നിരിക്കുന്നു. ഈ ഒരു ഹാപ്പി എൻഡിങ്ങിലൂടെ ദ സ്നോ മൂൺ എന്ന ഈ ഒരു ഡ്രാമ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ ഡ്രാമകൾ കാണുവാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയൊരു ഡ്രാമയുമായി വീണ്ടും കാണാം.